ആദ്യം നമുക്ക് സന്നിധാനത്ത് തന്നെ എത്താം. ഇന്നലത്തെ തിരക്ക്, വലിയ ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. ഇന്ന് പുലർച്ചെ നട തുറന്നതു മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ സഹിതം തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചിരുന്നു. തിരക്ക് നിയന്ത്രണാതീതമാവുന്ന ഒരു കാഴ്ച, സുരക്ഷാ ക്രമീകരണങ്ങൾ പാടെ പാളുന്ന ഒരു കാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്നാൽ ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം രാവിലെ 7:30 മേൽശാന്തി നറുക്കെടുപ്പ് നടക്കും എന്നതാണ്. ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് പന്തളം കൊട്ടാരത്തിലെ ഇളമ്പുറക്കാരനായ കശ്യപ് വർമ്മയായിരിക്കും നറുക്കെടുപ്പ് നടത്തുക. അതിനുശേഷം മാളികപ്പുറം മേൽശാന്തിയെ പന്തളം കൊട്ടാരത്തിലെ മൈഥിലി K. വർമ്മയും തിരഞ്ഞെടുക്കും. അരുൺ കൊടുങ്ങൂർ രാവിലെ സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, സ്വാമി ശരണം. അവിടെ ഇപ്പോഴും ശക്തമായ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മഴ എങ്ങനെയാണ്? തീർച്ചയായും വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ മഴയും ശക്തമായി തന്നെ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ അത്ര ആശങ്കപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ എങ്കിലും പോലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ ഒരു അവസ്ഥ അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്കായിരുന്നു ഇന്നലെ രാത്രി സന്നിധാനം പോയിരുന്നത്. ആ ഒരു പ്രശ്നത്തിനും പ്രതിസന്ധിക്കും ഒക്കെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടലിൽ പരിഹാരം കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ഒരു അപകടത്തിൽ നിന്നും സന്നിധാനം മാറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അത്ര വലിയ ഒരു തിരക്ക് ഇന്നും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കയറ്റിവിടുന്നത്. പക്ഷേ ഇന്നലെ ഈ സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് ഭക്തരെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. സർവ്വ നിയന്ത്രണങ്ങളിലും പാളുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ അറിയാം എത്രത്തോളം ഈ തിരക്കാണ് ഈ 1-ാം തീയതി പുലർച്ചെ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. ശക്തമായ മഴയാണ് ഇന്നലെ തൊട്ട് ശബരിമലയിലും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ ഒരു ഇന്നലത്തെ രാത്രിയിലത്തെ ആ ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെയും ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ശബരിമല സന്നിധാനത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് വരുന്ന ഒരു വർഷത്തേക്ക് ഭഗവാനെ പൂജിക്കാനുള്ള, ഭഗവാനെ സേവിക്കാനുള്ള അവസരം ആർക്ക് എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ശബരിമലയിൽ മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടക്കുന്നത്. ഉഷപൂജയ്ക്ക് ശേഷം അതായത് 7:30 മേൽശാന്തിക്കായുള്ള നറുക്കെടുപ്പ് നടക്കും. 2 കുടങ്ങളിലായി ഇവരുടെ പേരുകൾ ഇട്ടുകൊണ്ടുള്ള കേക്ക് പോകും. അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് ഇത്തവണ പുതിയ മേൽശാന്തിയെ നറുക്കെടുക്കാനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത്. ഇതിനു ശേഷമാണ് മാളികപ്പുറം മേൽശാന്തിയെ കൂടി നിശ്ചയിക്കുക. മൈഥിലി വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കുക. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനവും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളും ഉള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും പ്രവചിക്കുന്നതിനപ്പുറത്തേക്ക്, കണക്കാക്കുന്നതിനപ്പുറത്തേക്ക് വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു വലിയ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുകയാണ്. എന്തായാലും എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നതിനൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ കൂടുതലായി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സന്നാഹത്തിലേക്ക് ശബരിമല ഒന്നാകെ മാറും. കൂടുതൽ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെയും വിന്യസിച്ചുകൊണ്ട് 1600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് മാത്രം നിയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു തിരക്ക്
ശബരിമല സന്നിധാനത്ത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് തുടരാനുള്ള സാധ്യത. 50,000-ഓളം ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ഇവിടേക്ക് സന്നിധാനത്തേക്ക് ഭഗവത് ദർശനത്തിനായി കലിയുഗവരദനായ കൺകണ്ട ദൈവമായ സ്വാമിയെ കാണുവാനായി എത്തി നിൽക്കുന്നത്. എന്തായാലും ഇടയ്ക്ക് പെയ്യുന്ന ശക്തമായ മഴയാണ് ഇവിടെ വെല്ലുവിളിയായി വിലങ്ങുതടിയായി നിൽക്കുന്നത്. എന്തായാലും നിയന്ത്രണങ്ങൾ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഭക്തരെ നിയന്ത്രിച്ച് കയറ്റിവിടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും എത്തിക്കൊണ്ട് ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തുകയാണ്. പക്ഷേ അതിഭീകരമായുള്ള രീതിയിലേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിക്കും വീതമുള്ള ഒരു വലിയ തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന 2 ദിവസങ്ങൾ കൂടി ഈ ശക്തമായ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. അരുൺ, ഈ മഴ എത്രത്തോളം ഭീഷണി ഉയർത്തുന്നുണ്ട്? കാരണം ഈ തുലാവർഷമാണ്, ഇന്ന് തുലാം 1 തുലാവർഷം നേരത്തെ എത്തിയ ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ അടുത്ത ജില്ലയിൽ ഇടുക്കിയിലൊക്കെ ശക്തമായ മഴയാണ് രാവിലെ മുതൽ. മുല്ലപ്പെരിയാറിനടുത്തൊക്കെ വൃഷ്ടിപ്രദേശത്തൊക്കെ അസാധാരണമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരമുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കുമെന്ന് അറിയുന്നു. കല്ലാർ ഡാമിൻ്റെ 4 ഷട്ടറുകൾ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ എങ്ങനെയാണ്? പമ്പയിലൊക്കെ മഴയുണ്ടോ, തുടരുന്നുണ്ടോ? ഇന്നത്തെ പ്രവചനം അറിയാൻ കഴിയുന്നുണ്ടോ? അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഇടയ്ക്ക് ഇടവിട്ട് പെയ്യുകയാണ്. അത് കാലവർഷമെന്നോ തുലാവർഷമെന്നോ ഉള്ള പ്രത്യേകതകളില്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല. വനത്തിനുള്ളിലെ കാനന ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഴയൊക്കെ തന്നെ ശക്തമായി വരുന്നു. പക്ഷേ ഇതിൽ എടുക്കേണ്ടത് എത്ര വലിയ പ്രതിസന്ധികളും എത്ര വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചാണെങ്കിലും ഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. പക്ഷേ ഈ പോലീസ് ഏർപ്പെടുത്തുന്ന ആ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത്തരത്തിൽ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നലെ വൈകിട്ടും ആ ഒരു പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായി തന്നെ ഇടപെടൽ നടത്തേണ്ട അധികൃതർ തന്നെ ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ആ നിയന്ത്രണങ്ങൾ പാളുന്നതിൻ്റെ ഒരു അവസ്ഥ മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. മഴ അനുഭവപ്പെടുന്നു. മഴയ്ക്കൊപ്പം തന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും പാളിക്കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അവിടെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി വരുന്നത്. എന്തായാലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു തിരക്കല്ല. കൃത്യമായി ഈ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യമായി ഒരു സംവിധാനം ഒരുക്കുന്നതിൽ വന്ന ഏറ്റവും ഗുരുതരമായുള്ള വീഴ്ച, തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വന്ന ഗുരുതരമായുള്ള വീഴ്ചയാണ് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം കാരണം. എന്തായാലും ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് കൂടുതൽ നമ്മൾ ഇന്നലെ ആ വാർത്ത പുറത്തു വിട്ടതിന് ശേഷം മുതിർന്ന ഉദ്യോഗസ്ഥർ, ശബരിമലയുടെ ചാർജുള്ള സ്പെഷ്യൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ട് അപകടകരമായ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഭക്തദിന തിരക്ക് ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഇന്നും 50,000-ലധികം ഭക്തരാണ് അയ്യപ്പ ദർശനത്തിനായി, സ്വാമി ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു. ശരി.